മലയാളികളുടെ തീന്മേശയിൽ വേണ്ട പരിഗണന ലഭിക്കാത്ത എന്നാൽ ധാരാളം ആരോഗ്യ ഗുണമുള്ള ഒന്നാണ് മധുരക്കിഴങ്ങ്. ഫൈബർ ധാരാളം അടങ്ങിയ മധുരക്കിഴങ്ങ് പേര് പോലെ തന്നെ നല്ല മധുരമുള്ളതാണ്. കലോറിയുടെ അളവ് കുറവായതുകൊണ്ട് ശരീരഭാരം കുറക്കാൻ മധുരക്കിഴങ്ങ് വളരെയധികം ഉത്തമമാണ്. ധാരാളമായി നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ ഇവ ദഹനത്തെ സഹായിക്കുകയും ചെയ്യും. മധുരക്കിഴങ്ങിൻ്റെ കൃഷി രീതിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കുട്ടി കർഷകൻ ലസിൻ മുഹമ്മദ്. അപ്പോൾ ആദ്യം നമ്മൾ തടമൊരുക്കേണ്ടതുണ്ട്. ഇതേപോലെ എന്നിട്ട് വളം ചേർക്കണം. ഒറ്റ പ്രാവശ്യം മാത്രമേ വളം ചേർക്കാൻ പറ്റൂ. ഒരു ഹ്രസ്വകാല വിളയായതിനാൽ 3 മാസത്തെ കാലാവധിയേ ഉള്ളൂ. പിന്നീട് വള്ളികൾ പടർന്ന് പന്തലിച്ചാൽ പിന്നീട് നമുക്ക് വളം ചേർക്കാൻ പറ്റില്ല. ആദ്യം ഒരു പ്രാവശ്യത്തെ വളം തന്നെ മതിയാകും. ഇത് കോഴിവളമാണ്. വിളമിട്ടതിന് ശേഷം പിന്നീട് മണ്ണിട്ട് മൂടണം. ഇത് പാടത്താണ്. നിഷ്പ്രയാസം ചെയ്യാൻ പാടത്തും പറമ്പിലും ഏത് സമയത്തും ചെയ്യാൻ പറ്റുന്ന ഒരു വിള കൂടിയാണ് മധുരക്കിഴങ്ങ്. തടം ഏകദേശം പൂർത്തിയായി. മധുരക്കിഴങ്ങെന്നും മലബാർ ഏരിയയിൽ ശർക്കര കിഴങ്ങെന്നൊക്കെ അറിയപ്പെടുന്ന വളരെ അധികം പോഷക ഗുണമുള്ള ഒന്നാണ് ശർക്കരക്കിഴങ്ങ്. ഇതേപോലെ എടുത്തിട്ട് ഒരു 6 ഇഞ്ചിൽ മുറിച്ച് നമുക്ക് ഇതിൻ്റെ ഇത് പാകാം. ഒരു 8 ഇഞ്ച് ഡിഫറൻസിൽ 6 ഇഞ്ചിൻ്റെ വള്ളികൾ മുറിച്ച് വേണ്ടത്ര അകലം പാലിച്ചു വേണം. അടുത്തടുത്തായാൽ അത് നമുക്ക് വിളവിനെ ബാധിക്കും. അപ്പോൾ തടം പൂർത്തിയായി, ഇങ്ങനെ എല്ലാം പൂർത്തിയായി ഇത് കൊടുത്തു ഉണ്ടാവും. ഇനി വേണമെങ്കിൽ മഴയൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളം നനയ്ക്കേണ്ട, അല്ലെങ്കിൽ ഒന്ന് വെള്ളം കൂടെ നനച്ചു കൊടുത്താൽ മതി. ഇത് 1 മാസം പ്രായമായതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് 1 മാസം പ്രായമായ മധുരക്കിഴങ്ങാണ്. 3 മാസം ആകുമ്പോഴേക്കും നമുക്ക് വിളവെടുക്കാം. ഇതൊരു 20 ദിവസമായ ഒരു 15 ദിവസമായ മധുരക്കിഴങ്ങാണ്. ഓക്കെ, താങ്ക് യു.